നമസ്കാരം. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു പിന്നാലെ പൊട്ടിത്തെറി ഉണ്ടാകാൻ പോകുന്നത് കർണാടകയിലെ കോൺഗ്രസിനുള്ളിലോ, കർണാടകയുടെ ഭരണം പോലും നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് കർണാടകയിലെ രാഷ്ട്രീയം, കോൺഗ്രസ് രാഷ്ട്രീയം വഷളാകാൻ പോകുന്നു എന്ന സൂചനകളാണ് ഇപ്പോൾ സംസ്ഥാനത്ത് നിന്നും വരുന്നത്. അതായത് കഴിഞ്ഞ ദിവസം കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും കർണാടകയുടെ ഉപമുഖ്യമന്ത്രി DK ശിവകുമാറും ഒരുമിച്ച് ഒരു പത്രസമ്മേളനം നടത്തിയിരുന്നു. ആ പത്രസമ്മേളനത്തിൽ ഇരുവരും വലിയ സന്തോഷത്തോടുകൂടി പരസ്പര സ്നേഹത്തോടുകൂടിയൊക്കെയാണ് സംസാരിച്ചത്, പത്രപ്രവർത്തകരോട് സംസാരിച്ചത്. പക്ഷേ അതങ്ങനെയല്ല. അതായത് ബീഹാർ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ കർണാടകയിൽ നേതൃമാറ്റം ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു വിഭാഗം MLA-മാർ രംഗത്ത് വരും എന്നാണ് സൂചന. 2023 കർണാടകയിൽ അസംബ്ലി തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നത്. ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഒരു വമ്പൻ തിരിച്ചുവരവാണ് നടത്തിയത്. അന്ന് അധികാരത്തിലുണ്ടായിരുന്ന BJP-യെ തറപറ്റിച്ചുകൊണ്ട് കോൺഗ്രസ് അധികാരം പിടിച്ചെടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഈ വലിയ വിജയത്തിൻ്റെ നെടുംതൂണായി മാറിയത്, ഈ വിജയത്തിൻ്റെ നട്ടെല്ലായി അന്ന് മാറിയിരുന്നത് DK ശിവകുമാറായിരുന്നു. DK ശിവകുമാറായിരുന്നു KPCC-യുടെ കർണാടക സംസ്ഥാനത്തിൻ്റെ കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ. ആ അധ്യക്ഷ സ്ഥാനത്ത് ഇരുത്തുകൊണ്ട് DK ശിവകുമാർ നടത്തിയ രാഷ്ട്രീയ നീക്കങ്ങളാണ് കർണാടകയിൽ ഭരണം തിരിച്ചുപിടിക്കാൻ കോൺഗ്രസിനെ സഹായിച്ചത്. പക്ഷേ മുഖ്യമന്ത്രി പദത്തിലേക്ക് തനിക്ക് എത്തണമെന്ന് DK ശിവകുമാറിന് ആഗ്രഹമുണ്ടായിരുന്നു. ഹൈക്കമാൻഡിനും DK ശിവകുമാറിനോട് താല്പര്യമുണ്ടായിരുന്നു. പക്ഷേ ഭൂരിഭാഗം MLA-മാരും പിന്തുണച്ചത് സിദ്ധരാമയ്യായിരുന്നു. ഒരു പ്രാവശ്യം കൂടി എങ്ങനെയും തനിക്ക് മുഖ്യമന്ത്രിയായേ പറ്റൂ എന്ന് സിദ്ധരാമയ്യ ഹൈക്കമാൻഡിനോട് തീർത്തു പറഞ്ഞു. എന്നാൽ തനിക്കാണ് മുഖ്യമന്ത്രി സ്ഥാനത്തിന് അവകാശമെന്ന് DK ശിവകുമാറും അന്ന് പറഞ്ഞിരുന്നു. ഇതിൻ്റെ ഭാഗമായി ഹൈക്കമാൻഡ് ദില്ലിയിൽ ഇരുവരെയും വിളിച്ച് നടത്തിയ ചർച്ചയിലാണ് ഒടുവിൽ ഒരു സമവായം ഉണ്ടായത്, അല്ലെങ്കിൽ ഒരു ഫോർമുല ഉരുത്തിരിഞ്ഞു വന്നത്. 2.5 വർഷം വീതം അധികാരം പങ്കിടുക. അതിനും DK ശിവകുമാറിന് ഒരുക്കമല്ലായിരുന്നു. പക്ഷേ DK ശിവകുമാർ അങ്ങോട്ട് വീണ്ടും ചില നിബന്ധനകൾ വെച്ചു. ആ നിബന്ധനകൾ അനുസരിച്ച് തനിക്കിപ്പോൾ KPCC അധ്യക്ഷ സ്ഥാനമുണ്ട്. ആ സ്ഥാനം നിലനിർത്തിക്കൊണ്ട് തന്നെ സംസ്ഥാനത്തിൻ്റെ ഉപമുഖ്യമന്ത്രി സ്ഥാനവും വേണം. മറ്റ് ആരും തന്നെ, അല്ലെങ്കിൽ ഈ സംസ്ഥാനത്ത് ഒരു ഉപമുഖ്യമന്ത്രി മാത്രമേ പാടുള്ളൂ. നിർണായകമായ വകുപ്പുകൾ, ആഭ്യന്തരമടക്കമുള്ള നിർണായകമായ വകുപ്പുകളെല്ലാം തനിക്ക് വേണം. അധികാരം മുഴുവൻ തൻ്റെ ഉള്ളിൽ കേന്ദ്രീകരിക്കണം. അത് പാർട്ടിയുടെയും സർക്കാരിൻ്റെയും അധികാരം തൻ്റെ ഉള്ളിൽ കേന്ദ്രീകരിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് സമവായ ഫോർമുലയ്ക്ക് DK ശിവകുമാർ ഒത്തുതീർപ്പിന് തയ്യാറായത്. അതിനുശേഷമാണ് പിന്നീട് കർണാടകയിൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള സിദ്ധരാമയ്യ മുഖ്യമന്ത്രിയായിട്ടുള്ള ഒരു സർക്കാർ വന്നത്. അപ്പോഴും 2.5 കൊല്ലം കഴിയുമ്പോൾ സിദ്ധരാമയ്യയ്ക്ക് DK ശിവകുമാറിന് വേണ്ടി മുഖ്യമന്ത്രി സ്ഥാനം ഒഴിഞ്ഞു കൊടുക്കേണ്ടി വരും. അപ്പോൾ ഒരുപക്ഷെ KPCC പ്രസിഡന്റ് സ്ഥാനവും DK ശിവകുമാർ ഒഴിഞ്ഞേക്കും. പ്രധാനപ്പെട്ട വകുപ്പുകളൊക്കെ ഈ സിദ്ധരാമയ്യയുടെ വിഭാഗത്തിലുള്ള MLA-മാർക്കോ സിദ്ധരാമയ്യയ്ക്കോ ഒരുപക്ഷെ നൽകാനുള്ള സാധ്യതയുമുണ്ട് എന്നൊക്കെ അന്ന് രാഷ്ട്രീയ വിദഗ്ധർ വിലയിരുത്തിയിരുന്നതാണ്. പക്ഷേ കോൺഗ്രസ് ഹൈക്കമാൻഡ് അത്തരത്തിൽ ഒന്നും വെളിപ്പെടുത്തിയിരുന്നില്ല. സമവായ ഫോർമുലയെക്കുറിച്ച് അവർ പുറത്തു പറഞ്ഞിരുന്നുമില്ല. എന്നാൽ ഇപ്പോൾ 2.5 വർഷം പൂർത്തിയാകുന്ന ഒരു സമയമെത്തിയിരിക്കുന്നു. അതായത് 2023 മെയ് മാസത്തിലാണ് പുതിയ കോൺഗ്രസ് സർക്കാർ അധികാരത്തിലെത്തിയത്. ഇപ്പോൾ 2025 നവംബർ മാസത്തോടടുക്കുന്നു. അതുകൊണ്ട് തന്നെ അധികാരമാറ്റത്തിൻ്റെ സമയമാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അധികാരമാറ്റത്തിന് വേണ്ടി, അല്ലെങ്കിൽ അവിടുത്തെ നേതൃമാറ്റത്തിന് വേണ്ടി സിദ്ധരാമയ്യയെ മാറ്റി DK ശിവകുമാറോ അല്ലെങ്കിൽ ഒരു സമവായ സ്ഥാനാർത്ഥിയോ അവിടെ മുഖ്യമന്ത്രിയായി വരണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു വിഭാഗം MLA-മാർ രംഗത്തുണ്ട്. കോൺഗ്രസിലെ ചില നേതാക്കന്മാരെല്ലാം ഹൈക്കമാൻഡിന് മുകളിൽ ശക്തമായ സമ്മർദ്ദം ചെലുത്തുകയാണ്. ഇപ്പോൾ ഈ ഒരു സമയത്ത് ഹൈക്കമാൻഡ് പൂർണ്ണമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ബീഹാർ തെരഞ്ഞെടുപ്പിലാണ്. ബീഹാർ തെരഞ്ഞെടുപ്പിൽ ഹൈക്കമാൻഡിനടക്കം വലിയ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടുവെങ്കിലും ബീഹാർ തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെയെങ്കിലും സമാധാനമായിരിക്കാൻ സംസ്ഥാനത്തെ നേതാക്കളോട് ആവശ്യപ്പെട്ടു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം DK ശിവകുമാർ ദില്ലിയിലെത്തി ഹൈക്കമാൻഡ് നേതാക്കളെ കണ്ടിരുന്നു. ഇതോടുകൂടിയാണ് സംസ്ഥാനത്ത് ഭരണമാറ്റം ഉണ്ടാകാൻ പോകുന്നു, നേതൃമാറ്റം ഉണ്ടാകാൻ പോകുന്നു എന്ന വാർത്ത പരന്നത്. എന്നാൽ DK ശിവകുമാർ അത് നിഷേധിക്കുകയാണ്. താൻ ദില്ലിയിൽ പോയത് മറ്റൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്. അതായത് അംബിക സോണിയുടെ ഭർത്താവ് മരണത്തെ തുടർന്ന് അവരെ ആശ്വസിപ്പിക്കാൻ വേണ്ടി സോണിയാഗാന്ധിയോടൊപ്പം അവരെ സന്ദർശിക്കാൻ ദില്ലിയിൽ പോയതാണ്. താൻ ജയിലിൽ കിടന്നപ്പോൾ സോണിയാഗാന്ധിയുമൊത്ത് അവർ തന്നെ സന്ദർശിക്കാൻ എത്തിയിരുന്നു. താൻ അവർക്കൊരു സഹോദരനെ പോലെയാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ഭർത്താവിൻ്റെ വിയോഗത്തിൽ, അവരുടെ ദുഃഖത്തിൽ പങ്കുചേരാനാണ് ഞാൻ ദില്ലിയിൽ പോയത്. മറ്റ് രാഷ്ട്രീയ ചർച്ചകളൊന്നും നടത്തിയിട്ടില്ല എന്നാണ് DK ശിവകുമാർ വിശദീകരിക്കുന്നത്. പക്ഷെ അതല്ല എന്ന് വ്യക്തമാണ്. കാരണം ഹൈക്കമാൻഡിന് മുന്നിൽ കൃത്യമായി
DK ശിവകുമാർ സംസ്ഥാനത്തെ രാഷ്ട്രീയ സാഹചര്യം ധരിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഹൈക്കമാൻഡിന് ഇപ്പോൾ തീരുമാനമെടുക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. അതിന് കാരണം ബീഹാർ തെരഞ്ഞെടുപ്പാണ്. ബീഹാർ തെരഞ്ഞെടുപ്പ് നവംബർ മാസം 11 അവസാനിക്കും. 14 തീയതി ബീഹാർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഫലപ്രഖ്യാപനം ഉണ്ടാകും. ആ ഫലപ്രഖ്യാപനത്തിൽ ഏതാണ്ട് കോൺഗ്രസിൻ്റെ കാര്യം തീരുമാനമാകുമെന്ന് തന്നെ പറയാൻ സാധിക്കും. പക്ഷേ ആ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കോൺഗ്രസ് നേരിടാൻ പോകുന്ന രാഷ്ട്രീയ സാഹചര്യം അത് എളുപ്പമായിരിക്കില്ല, അത് ചെറുതായിരിക്കില്ല. കാരണം വലിയ പ്രക്ഷോഭങ്ങൾക്കാണ് രാഹുൽ ഗാന്ധി ഈ കഴിഞ്ഞ ഏതാനും മാസങ്ങൾ കൊണ്ട് രൂപം നൽകിയത്. ഈ രാജ്യത്തിൻ്റെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അടക്കം സംശയത്തിൻ്റെ മുൾമുനയിൽ നിർത്തിക്കൊണ്ടുള്ള ചില പ്രചരണങ്ങളും യാത്രകളുമൊക്കെ രാഹുൽ ഗാന്ധി നടത്തിയിരുന്നു. ഭാരത് ജോഡോ യാത്ര പോലും വിജയിക്കാത്ത സാഹചര്യത്തിൽ ഇങ്ങനെ പെരും നുണകൾ എഴുന്നള്ളിച്ചുകൊണ്ട് നടത്തിയ ആ യാത്രകളിലും ജനപങ്കാളിത്തം വളരെ കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ നെഹ്റു കുടുംബത്തിൻ്റെയും അതുപോലെ രാഹുൽ ഗാന്ധിയുടെയും നേതൃത്വത്തിന് നേരെ വലിയ ചോദ്യചിഹ്നം ബീഹാർ തെരഞ്ഞെടുപ്പ് പരാജയമുണ്ടായാൽ രാഹുൽ ഗാന്ധിക്ക് നേരിടേണ്ടി വരും. ആ സാഹചര്യത്തിൽ കർണാടകയിലും ഹൈക്കമാൻഡിന് പറഞ്ഞു നിൽക്കാൻ ബുദ്ധിമുട്ടാകും. അവിടെ ഒരു നേതൃമാറ്റം ഉണ്ടായേ പറ്റൂ എന്ന് സംസ്ഥാനത്തെ നേതാക്കൾ ശഠിച്ചാൽ അങ്ങനെ ഒരു നേതൃമാറ്റത്തിലേക്ക് പോവുകയും കർണാടകയിൽ വലിയ രാഷ്ട്രീയ സമവാക്യങ്ങൾക്ക് മാറ്റമുണ്ടാവുകയും ചെയ്യാനുള്ള സാധ്യതയുണ്ട്. മുഖ്യമന്ത്രി കസേരയിൽ നിന്നും സിദ്ധരാമയ്യ ഇറങ്ങിക്കൊടുക്കാൻ തയ്യാറായില്ല എങ്കിൽ തീർച്ചയായും കർണാടകയിൽ ഒരു വലിയ തകർച്ച അല്ലെങ്കിൽ ഒരു വലിയ തിരിച്ചടി കോൺഗ്രസ് നേരിട്ടേക്കാമെന്ന രാഷ്ട്രീയ സാഹചര്യവുമുണ്ട്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.